ബിരുദാർത്ഥികളായിട്ടുള്ള വിദ്യാർത്ഥികളോട് പ്രസക്തമായ കാര്യങ്ങൾ പറയുന്നത് സമുചിതമാണ് എന്നെനിക്ക് തോന്നുന്നു. എന്താ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്? ഒറ്റ കാര്യമാണ്. ഇന്ന് എല്ലാമുണ്ട്. കോഴ്സുകൾ, വിദ്യാഭ്യാസം, പഠിപ്പ്, പുരോഗതി, ടെക്നോളജി, സയൻസ്, സൗകര്യങ്ങൾ, ഡിവൈസസ്, മെത്തേഡ്സ്, സിസ്റ്റം എല്ലാം ഇന്ന് ഉള്ളം കയ്യിലാണ്, നിങ്ങളുടെ ഉള്ളം കയ്യിലാണ്. ഒരു കാലത്ത് ചിന്തിക്കാൻ കഴിയാത്ത കോഴ്സുകളാണ് ഇതെല്ലാം. എല്ലാം നമ്മുടെ കൈപ്പിടിയിലാണ്, കയ്യെത്താ ദൂരത്താണ്. ദൂരത്ത് എന്ന് പോലും പറഞ്ഞുകൂടാ, അരികത്താണ്. എല്ലാം അടുത്താണ്. എവരിതിങ് ഈസ് ഈസിലി ആൻഡ് യൂണിവേഴ്സലി അവൈലബിൾ. എല്ലാം നമ്മുടെ അടുത്ത് ലഭ്യമായിട്ടുണ്ട്. പക്ഷെ ഇല്ലാത്ത ഒന്നുണ്ട്. ആ ഇല്ലാത്ത ഒന്നിനെ അന്വേഷിക്കാനായിരിക്കണം, അതിനെ കണ്ടെത്താനും ആർജിക്കാനുമായിരിക്കണം ബിരുദധാരികളായിട്ടുള്ള യുവതി യുവാക്കൾ ശ്രമിക്കേണ്ടത്. നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷിതാക്കൾക്കും നിങ്ങളെ പഠിപ്പിച്ച് ഈ അവസ്ഥയിലെത്താൻ പാടുപെട്ട മാതാപിതാക്കൾക്കും, അവരിൽ ചിലരൊക്കെ ഇവിടെ വന്നു കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ പ്രതീക്ഷകൾ, നാടിൻ്റെ പ്രതീക്ഷകൾ, സാമൂഹികമായിട്ടുള്ള അനിവാര്യതകൾ, നിങ്ങളുടെ തന്നെ ജീവിതത്തിൻ്റെ മഹിമ, അതിനോടൊക്കെ നീതി പുലർത്താൻ സാധിക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കുറവുണ്ട് എന്ന് പറയുന്ന ആ ഒന്ന് അതിനെ അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കണം. എന്തായിരിക്കും അത് എന്നാണ് നിങ്ങൾ ഊഹിക്കുന്നത്? ഡിഗ്രി വിദ്യാഭ്യാസ സ്ഥാപനം പണ്ടൊന്നും അങ്ങനല്ല. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിറകെ ശൂന്യമായി കിടന്ന ഒരു മരുപ്പറമ്പാണ് മലബാറും ഈ മലപ്പുറവുമൊക്കെ. പ്രത്യേകിച്ച് എന്ന് പറയാൻ കാരണമുണ്ട്. ഈ നാടിൻ്റെ മക്കളെ നേരിടാൻ വേണ്ടി മാത്രം ബ്രിട്ടീഷുകാർ പ്രത്യേക നിയമവും പ്രത്യേക സൈന്യവും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എന്ന് പറയുന്നത്. കാരണം അത്രക്ക് വെറുപ്പായിരുന്നു ഇവിടത്തുകാർക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും അതുണ്ടായിട്ടുണ്ട്, ഇവിടെ മാത്രമല്ല. ഇവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ശക്തമായ എതിർപ്പ് അവർക്ക് നേരിടേണ്ടി വന്ന മണ്ണാണിത്. അതിൻ്റേതായ പീഡനങ്ങളും കഷ്ടപ്പാടുകളും ഈ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. അവർ പിന്തള്ളപ്പെട്ടു, പുറന്തള്ളപ്പെട്ടു, അരികിലേക്ക് തള്ളി മാറ്റപ്പെട്ടു. സ്വാതന്ത്ര്യാനന്തരം അതിൽ നിന്നെല്ലാം ഒരു കുതിപ്പോടെ, എന്നാൽ കിതപ്പോടെ അവർ മുന്നോട്ട് വരികയാണ്. അതാണ് ഈ പഠിപ്പും വികാസവും. ആൺകുട്ടികളും പെൺകുട്ടികളും, ധാരാളമായിട്ട് പെൺകുട്ടികളും വളരെ വലിയ പുരോഗതിയുടെ ഒരു അടയാളമാണത് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോഴും ഞാൻ പറയുന്നു, എല്ലാം ഉണ്ടെങ്കിലും ഒന്നില്ല. സൗകര്യങ്ങൾ, ചുറ്റുപാടുകളൊക്കെ ഉണ്ട്. എന്താണ് ആ ഇല്ലാത്തത്? ആ ഇല്ലാത്തത് ചെറിയ ഒരു കാര്യമല്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഇല്ലാത്തത് വലിയൊരു കാര്യമാണ്. അതെന്താണ്? ജീവിതമാണ്. യു ഹാവ് എവരിതിങ്, യുവർ അച്ചീവ്മെൻറ്റ്സ്, യുവർ റിസോഴ്സസ്, യുവർ ഡ്രീംസ്, യുവർ ഗെയിൻസ്, യുവർ ഇന്നിങ്സ്, യുവർ സക്സസ്, യുവർ മെറ്റീരിയലി ഓറിയൻറ്റഡ് കോണ്ടെക്സ്റ്റ്സ് എല്ലാം നിങ്ങളുടെ കൂടെയുണ്ട്. ബട്ട് യു മിസ്, യു ലൂസ്. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട ഒന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ലൈഫ്. പവർഫുൾ, ബ്യൂട്ടിഫുൾ, എക്സൂബറൻറ്റ്. ആ ജീവിതമാണ് ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അതിനെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ ഈ ബിരുദം നല്ലതാണ്. ജീവിതമില്ല. ഇന്നത്തെ ക്യാമ്പസുകളിലേക്ക് പോയി നോക്കൂ, ജീവിതമില്ല. ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. വിദ്യാഭ്യാസമുണ്ട്, അഭ്യാസങ്ങളുണ്ട്. വിദ്യാഭ്യാസങ്ങളെക്കാൾ കൂടുതൽ അഭ്യാസങ്ങളുണ്ട്. ജീവിതമില്ല, ജീവിതത്തിൻ്റെ താപമില്ല, കിനാക്കളില്ല,
ജീവിതത്തിൻ്റെ താപം, ചൂട്. ആ ചൂടാണ് ജീവിതത്തെ നിലനിർത്തുന്നത്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും അറിവും പക്വതയും പരിചയമുള്ള ഒരു സദസ്സിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനത് വിശദീകരിക്കുന്നില്ല, അതിൻ്റെ സമയമല്ല ഇത്. അത് വിശദീകരിക്കാൻ ആവശ്യമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നേയില്ല. അതൊരു തുറന്ന പുസ്തകം പോലെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. ഇന്നെല്ലാം ഉണ്ട്, ജീവിതമില്ല. വൈകാരികമായിട്ടുള്ള കെട്ടുപാടുകളില്ല. കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ, സ്ഥൂലതയിൽ നിന്ന് സൂക്ഷ്മതയിലേക്ക് ഞാൻ പോയാൽ, മാതാവില്ല, പിതാവില്ല, കുടുംബമില്ല, ബന്ധങ്ങളില്ല, സംവിധാനങ്ങളില്ല, സ്നേഹമില്ല. അറിവ് സ്നേഹമാണ്, സ്നേഹം അറിവാണ്. അതില്ല. എല്ലാം വിൽപ്പന ചരക്കായി തീരുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും മോശമായിരിക്കും. ഇപ്പം നടക്കുന്ന മറ്റൊരു സംഗതി, ആശുപത്രികളൊക്കെ വലിയ കുത്തകകൾ വിലക്കെടുക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ തല ഉയർത്തി നിൽക്കുന്ന പല പേരുള്ള ഹോസ്പിറ്റലിൻ്റെയും ഉടമസ്ഥാവകാശം ഒരു പക്ഷേ അമേരിക്കയിലിരിക്കുന്ന ഒരു മുതലാളിയുടെ കയ്യിലാണ്. അതിൻ്റെ ഷെയർ പകുതിയോ പകുതിയിലേറെയോ അവർ വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ നമ്മളെ നാട്ടുകാരായ ഡോക്ടർമാരെ കാണും, സ്റ്റാഫിനെ കാണും, നഴ്സിനെ കാണും, ഉദ്യോഗസ്ഥരെ കാണും. അതൊക്കെ അങ്ങനെ തന്നെയാണ്, മുമ്പിൽ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ പിറകിൽ കോഴിക്കോട്ടും നമ്മുടെ പ്രദേശത്തും മലപ്പുറത്തും ഒക്കെയുള്ള പല വലിയ ഹോസ്പിറ്റലുകളും വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഞാനതിനെ എതിർക്കാനോ മറ്റോ ഒന്നുമല്ല, അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അത് നടത്തിക്കുന്നവർക്കൊരു പക്ഷേ അതങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷേ നാളെ എന്തായിത്തീരുമെന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാം വ്യാപാരമായി തീരുകയാണ്. ദാറ്റ് ഈസ് മൈ പോയിന്റ്. എല്ലാം വ്യാപാരമാവുകയാണ്. ചികിത്സയും ഒരു വലിയ വ്യാപാരമായി തീരുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് കൂടി കൂട്ടിച്ചേർത്ത് വായിച്ചാൽ, ജീവിതമില്ല, ജീവിതത്തിൻ്റെ താപമില്ല. യന്ത്രം വരുമ്പോൾ തന്നെ ആ പ്രശ്നം വന്നു. ഡോക്ടർമാർക്കുള്ള പണി ശതമാനക്കണക്കിന് കുറഞ്ഞ് ഡോക്ടർ ചെയ്യുന്ന പണി മെഷീൻ ഏറ്റെടുക്കുന്നതോടെ അതിൻ്റെ കൂടുതൽ വികൃതമായ ബീഭത്സമായ വശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഒരു പ്രവാസിയായ സുഹൃത്ത് അടുത്ത കാലത്ത് മാതാവിനെ നോക്കാൻ ഒരു യന്ത്ര മനുഷ്യനെ വാങ്ങി. ഈ കേരളത്തിൽ മാതാവിനെ പരിപാലിക്കാൻ ഒരു യന്ത്ര മനുഷ്യനെ വാങ്ങി. നിങ്ങൾക്ക് യൂട്യൂബിൽ പോയാൽ ചിലപ്പോൾ അത് കാണാൻ കഴിയും. ഇപ്പം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ കണ്ടിട്ടുണ്ട്. സ്വിച്ചിട്ടാൽ മാതാവിന് വെള്ളം കൊടുക്കാൻ വരുന്ന യന്ത്രമനുഷ്യൻ, മരുന്നെടുത്തു കൊടുക്കുന്ന റോബോട്ട്. അതാ ഞാൻ പറഞ്ഞത്, എല്ലാം ഉണ്ട്. ദ ലൈഫ് yielding കപ്പാസിറ്റി, ജീവിതപ്രധാന ശേഷി, അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതില്ലെങ്കിൽ ഒക്കെ നാശമാണ്. ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പറഞ്ഞയച്ചൊരു ചെറുപ്പക്കാരൻ ഈ കേരളത്തിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നൊരു 10-50 കിലോമീറ്റർ ദൂരം ഒരു പക്ഷേ കാണുമായിരിക്കും, ഒരു പക്ഷെ അത്ര കാണില്ലായിരിക്കും, അതിൻ്റെ അകത്താണ്. അവൻ തിരിച്ചു വന്ന് ഒരു കത്തി വാങ്ങി, മൂർച്ചുണ്ടോ എന്ന് പരിശോധിച്ചു. കത്തി അവൻ്റെ കയ്യിലൊരു യന്ത്രമാണ്, ഒരു യന്ത്രത്തിൻ്റെ കഷ്ണമാണ്. അവനത് കൊണ്ടുപോയിട്ട് മാതാവിനെ ശരീരത്തിൽ കുത്തി. കഴിഞ്ഞൊരു 6 മാസക്കാലം കേരളത്തിൽ മക്കളാൽ കൊല ചെയ്യപ്പെട്ട മാതാക്കളുടെ കണക്കെടുക്കണം എന്ന് ഞാൻ പലപ്പോഴായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ പൊതുപ്രഭാഷണങ്ങളിൽ. കഴിഞ്ഞ 6 മാസക്കാലം കേരളക്കരയിൽ ഇത്ര വിദ്യാഭ്യാസമുള്ള, ഇത്ര വലിയ സംസ്കാരത്തിൻ്റെ ഗോഡ്സ് ഓൺ കൺട്രിയോ? ഇത് ദൈവത്തിൻ്റെ നാടോ? ദൈവം എന്നുള്ള സ്ഥാനത്ത് മറ്റൊന്ന് എഴുതി വെക്കേണ്ട കാലമായില്ലേ? ലോകത്ത് ഈവിൾ ഫോഴ്സിന് ലോകത്തെല്ലാവരും കൂടി കൊടുക്കുന്ന ഒരു പേരുണ്ട്, ഈവിൾ ഫോഴ്സ്, തിന്മയുടെ ശക്തി.
അതല്ലേ അവിടെ പകരം വെക്കേണ്ടത്? ഇവൻ ഈ കൊല നിർവഹിച്ച ദിവസം ഞാനന്ന് ഖത്തറിലൊരു പരിപാടിക്ക് പോയതാണ്. എൻ്റെ സ്നേഹിതൻ മലയാള ചലച്ചിത്ര നടൻ സലീം കുമാറിനോടൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതാണ്. സലീം കുമാറും ഞാനും കൂടി ഇരുന്നൊരു സംഭാഷണമായിരുന്നു ഖത്തറിലെ പരിപാടി. ഞാൻ വിസ്തരിക്കുകയല്ല. അന്നാണ് ഈ വിവരം കേൾക്കുന്നത്. ഇങ്ങനെ ഒരു കത്തിയുണ്ടോ മൂർച്ചുണ്ടോ എന്നൊക്കെ നോക്കി മാതാവിനെ കൊന്നു. അപ്പം ഞാൻ സലീം കുമാറും ഞാനും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഇതിനെക്കുറിച്ച് കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നതായിരുന്നു ഞങ്ങളുടെ പരിപാടി. ഖത്തറിൽ പ്രവാസി സുഹൃത്തുക്കൾ സംഘടിപ്പിച്ചൊരു സാംസ്കാരിക വേദിയായിരുന്നു. അപ്പം അവിടെ ഇരിക്കുമ്പോൾ ഇവൻ പോലീസിനോട് പറഞ്ഞ ഒരു പ്രസ്താവനയാണ് പിന്നീട് ഞാൻ കേട്ടത്. എന്നെ ഗർഭം ചുമന്നതിനും പ്രസവിച്ചതിനുമുള്ള പ്രതിഫലം ആ സ്ത്രീക്ക് ഞാൻ നൽകിയിരിക്കുന്നു. ഈ കൊലയേക്കാൾ എന്നെ ഞെട്ടിച്ചത് ഈ വാക്കുകളാണ്. എന്ത് വിദ്യാഭ്യാസം, എന്ത് ബിരുദം. ഞാൻ എൻ്റെ അമ്മ പ്രസംഗത്തിൽ ശ്രീ മോഹൻലാലിൻ്റെ, എൻ്റെ വന്യ സുഹൃത്ത് ശ്രീ മോഹൻലാലിൻ്റെ അമ്മ വന്ന് തിരികൊളുത്തി നാട്ടിക കടപ്പുറത്ത് ഒരുക്കിയ സദസ്സിൽ ചെയ്ത പ്രസംഗത്തിൽ ലക്ഷക്കണക്കിന് മലയാളികൾ കണ്ട പരിപാടിയാണത്. അന്ന് അവിടെ ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ഇന്ന് ചില ബിരുദങ്ങൾക്ക് അങ്ങാടിയിലെ മത്തി പൊതിയുന്ന കടലാസിൻ്റെ വിലയില്ല എന്ന്. അത് തൊഴിൽ നേടിക്കൊടുക്കാത്തത് കൊണ്ടല്ല, അത് മനുഷ്യത്വം പ്രദാനം ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യത്വം പ്രദാനം ചെയ്യുന്ന ബിരുദവും ബിരുദാനന്തര ദൗത്യവുമാകട്ടെ നിങ്ങളുടെ ശിഷ്ടകാല ഭാവികാല ജീവിതം എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് പുതിയ വെല്ലുവിളികളെ നേരിടുവിൻ എന്ന് യുവ ബിരുദധാരികളോടും ബിരുദധാരിണികളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ആ വെല്ലുവിളികളെ ശക്തമായി എങ്ങനെ നേരിടണം, നിങ്ങളുടെ ജീവൻ്റെ താപം കൊണ്ട് നേരിടുവിൻ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ബിരുദം വാങ്ങാൻ വന്ന ചില സഹോദരിമാരുടെ മടിയിലോ തോളിലോ അവരുടെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. അതിനെ ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. അവരുടെ ശേഷിയെ, അവരുടെ ആർജവത്തെ, അവരുടെ നിശ്ചയദാർഢ്യത്തെ, പഠിപ്പിന് കാലമില്ലെന്നും പഠിപ്പിന് ഘട്ടങ്ങളില്ലെന്നും മാത്രവുമല്ല ഏറ്റവും വലിയ സർവകലാശാല മാതാവിൻ്റെ മടിത്തട്ടാണെന്നും പ്രഖ്യാപിച്ച അങ്ങനെയുള്ള എൻ്റെ സഹോദരിമാർ, ഈ സദസ്സിലുള്ളവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവരുടെ സമ്മതത്തോടെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എനിക്ക് മോഹം. അവരെ പോലെ ഈ സദസ്സിലെത്തിയ മറ്റു മാതാക്കളുടെ സമ്മതത്തോടെ. നിങ്ങളുടെ ബിരുദം നല്ല ബിരുദമാണ്, നിങ്ങളുടെ കോഴ്സ് വളരെ മികവുറ്റതാണ്, നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന സ്ഥാപനം മികവുറ്റതാണ്. ഇനി നാളെ നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പുതിയ മേഖലകളിലെത്തുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ജീവിതവും ജീവിതത്തിൻ്റെ താപവും നിങ്ങൾക്ക് മാർഗദർശനം നൽകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഒരു കാവ്യശകലം നിങ്ങൾക്ക് ഗിഫ്റ്റായി, നിങ്ങളുടെ ഒരു സമ്മാനമായി നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, जिसने सूरज की शुआओं को गिरफ्तार किया, ആരാണോ സൂര്യരശ്മികളെക്കുറിച്ച് ഗവേഷണം നടത്തി അതിനെ കീഴ്പ്പെടുത്തിയത്, അപ്നി ശബേ താരീഖ് കോ ന സഹർ കർ സകാ, അവന് സ്വന്തം ഇരുണ്ട രാവിനെ ഒരു പ്രഭാതമാക്കാൻ കഴിഞ്ഞില്ല.
പഠിപ്പിൻ്റെയും ഗവേഷണത്തിൻ്റെയും വിഷയം സൂര്യരശ്മിയായിരുന്നു. പക്ഷെ സ്വന്തം ജീവിതം ഇരുളടഞ്ഞ് തന്നെ കടന്നു. ഒരു തുള്ളി വെളിച്ചമുണ്ടാക്കാൻ കഴിഞ്ഞില്ല ജീവിതത്തിൽ. പഠിച്ചത് മുഴുവൻ വെളിച്ചത്തെക്കുറിച്ചാണ്. പക്ഷെ സ്വന്തം ജീവിതത്തിലേക്ക് ഒരു തുള്ളി വെളിച്ചം കൊണ്ടുവരാൻ കഴിയാതെ പോയി. അങ്ങനെ ആകാതിരിക്കട്ടെ, അങ്ങനെ ആകാതിരിക്കട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങൾ വെളിച്ചമുള്ള വെടുപ്പുള്ള ജീവിതം നയിക്കുവിൻ. എല്ലാം തകർക്കുന്നൊരു ലോകത്തേക്കാണ് നിങ്ങൾ പോണത്. വിവാഹം വേണ്ട എന്ന് പറയുന്ന കാലത്തേക്കാണ് പോണത്. പച്ചക്ക് പ്രസംഗിക്കണം, വിവാഹം വേണ്ട പോൽ. പിന്നെ മാനവരാശി എങ്ങനെ നിലനിൽക്കുമെന്ന് അവരോട് ചോദിക്കരുത്. എങ്ങനെ നല്ല മക്കളുണ്ടാകുമെന്നും അവരോട് ചോദിക്കരുത്. നിങ്ങളെങ്ങനെ ഉണ്ടായി എന്നും